കുഞ്ഞാടിൻ ബലിയിൽ അണയാം വത്യാദരമായി. കുഞ്ഞാടിൻ ബലിയിൽ അണയാം വത്യാദരമായി. തിരുവിനൊഴുകും കാൽവരി കീറാം, നിർമ്മലരായി സ്നേഹിതരായി തീരാ. ദൈവദൂതരണിനിരിക്കുന്നു, ദൈവനാളും ഇനി തുറക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രൈസ്തവരായ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മളിത് ഏറ്റുപറയുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ദൈവീക രഹസ്യങ്ങൾ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ത്രിത്യേക ദൈവത്തോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ലോകമാസകലവും സർവശക്തനായ ദൈവം ഈ ബലിയുടെ യോഗ്യതകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവ്യരഹസ്യം ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ കൊണ്ടാടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാ പാപകടങ്ങളെയും ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. താഴ്മയായി ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ ദൈവത്തിൻ സൂര്യനേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹന്താവേ കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനീഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു മാനീകരമാനനും അങ്ങു മാത്രം പരമോന്നതൻ തൃതീയ ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സത്യത്തിന്റെ വചനവും വിശുദ്ധീകരണത്തിന്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ ദിവ്യരഹസ്യം ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിന്റെ പ്രഘോഷണം വഴി നിത്യമായ തൃത്വത്തിന്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാഭവമുള്ള ഏകദം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം,
കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. മോശ ഉടനെ നിലംപറ്റെ കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശ്ശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എന്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുൾ ചെയ്തു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ത്രിത്യേക ദൈവത്തിലുള്ള വിശ്വാസമാണ്, ത്രിത്വത്തിൽ ഏകത്വത്തിലുള്ള വിശ്വാസമാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബുദ്ധിയുടെ തലം കൊണ്ട്
ഈ ദൈവിക രഹസ്യം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചുവെന്ന് വരില്ല. ദൈവിക രഹസ്യങ്ങൾ ബുദ്ധിയുടെ തലത്തിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്. ദൈവിക രഹസ്യങ്ങൾ അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ആ ദൈവിക രഹസ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതെ തരമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് തലമുടി നാരിഴ മുറിച്ച് ഗവേഷണം നടത്തുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്രകാരം വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ദൈവിക രഹസ്യങ്ങൾ. പാരീസ് സർവകലാശാലയുടെ ഉത്തംഗ ശൃംഗത്തിൽ വിരാജിച്ചിരുന്ന ഫ്രാൻസിസ് സേവിയർ എന്ന മനുഷ്യൻ ഇപ്രകാരം ഈ ത്രിത്വൈക ദൈവത്തിലുള്ള ഈ ദൈവിക രഹസ്യത്തെക്കുറിച്ച് ഇത് എപ്രകാരമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അത് അംഗീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഒരു നാൾ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കടൽ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. ഈ സമയം ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് ചെറിയ ഒരു കുഴിയുണ്ടാക്കി ഇത്തൾ കൊണ്ട് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിലൊഴിക്കുന്നു. ഫ്രാൻസിസ് സേവിയർ കൗതുകത്തോടെ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം വറ്റിക്കുവാൻ ശ്രമിക്കുകയാണ്. ഫ്രാൻസിസ് സേവിയർ പറഞ്ഞു, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ കുഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ഫ്രാൻസിസ് സേവിയറിനോട് പറഞ്ഞു, എങ്കിൽ ഈ കടലിലെ വെള്ളം എനിക്ക് വറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അതിനേക്കാൾ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ബുദ്ധിയുടെ തലത്തിൽ ഗ്രഹിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അത് വിശ്വസിക്കാതെ തരമില്ല. പ്രത്യേകിച്ച് അത് ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാകുമ്പോൾ. നമ്മുടെയൊക്കെ ക്രൈസ്തവരായ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ അടങ്ങുന്ന ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസമാണ് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയായ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ബലിയർപ്പണത്തിലുമൊക്കെ നമ്മൾ ഉദ്ഘോഷിക്കുന്നത് അതാണ്, ഏറ്റുപറയുന്നത് അതാണ്. നമുക്ക് ഈ ദൈവിക രഹസ്യം നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പിതാവായ ദൈവം സമയത്തിന്റെ പൂർത്തീകരണത്തിൽ തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് പുത്രനെ അയക്കുകയും ആ പുത്രന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നമ്മോടുകൂടെ ആയിരിക്കുവാനും നമ്മെ നയിക്കുവാനുമായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്യുന്നു. ഈ ത്രിത്വൈക രഹസ്യങ്ങൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് ഗ്രഹിക്കുവാനും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ത്രിത്വൈക ദൈവത്തിലുള്ള ആ ഏകവിശ്വാസം നമുക്ക് ഏറ്റുപറയുവാനും മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ
പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെയും സമസ്ത സഭയുടെയും ആവശ്യങ്ങൾക്കായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, പരിശുദ്ധത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അഭിവന്ദ രൂപതാധ്യക്ഷനായ ജോസഫ് കാരശ്ശേരി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് അങ്ങേ തിരുമനസ്സറിഞ്ഞ് ദൈവജനത്തെ നയിക്കുന്നതിന് പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന അങ്ങയുടെ ദാസന്മാരും പ്രതിപുരുഷന്മാരുമായ ആന്റണിയച്ചനെയും ടോണിയച്ചനെയും അങ്ങേ അരൂപിയുടെ ശക്തിയാൽ നയിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്ത്യദാനമായ സമാധാനം ഞങ്ങൾക്ക് തരുന്നു എന്നരുളി ചെയ്ത കർത്താവേ, സമൂഹങ്ങൾ തമ്മിൽ സൗഹാർദ്ദവും കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പും വ്യക്തികൾ തമ്മിൽ സ്നേഹവും വളർന്ന് അങ്ങേ സമാധാന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, കൊറോണ വൈറസ് എന്ന മഹാമാരിയാൽ വേദന അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യമക്കളെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകണമേ എന്നും വൈറസിനുള്ള പ്രതിരോധം വരുന്ന വേഗത്തിൽ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇഹലോകവാസം വെടിഞ്ഞ് ഞങ്ങളിൽ നിന്ന് യാത്രയായ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ അങ്ങേ കണ്ടാനന്ദിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവി ചായ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദൈവപിതാവേ,
സാദരമീ സ്നേഹയാഗം ദൈവപിതാവേ സ്വീകരിക്കൂ സാദരമീ സ്നേഹയാഗം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൽ സ്തുതിയും മഹിമയ്ക്കും നമ്മുടെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും ഇവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമല വേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താപക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു മേവിടോമീ ജനം ആർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടവരതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നുമീ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദമായി പിളമരുമാ സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യപ്രതാപമാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും
ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞവയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങേ വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും പാതുവായിലെ വിശുദ്ധ അന്തോണീസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർക്കൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടി നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ ഖുദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ തൃത്വത്തിന്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിന്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആശാ